എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള പുരക്കൽ ഹോണ്ട ഷോറൂമിലാണ്. ഷോറൂം മിസിൻ്റെ ഭാഗമായിട്ട് എല്ലാ വണ്ടികളുടെയും അതുപോലെ ഓഫേഴ്സും ഓൺ റോഡ് പ്രൈസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ കൂടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത് സ്റ്റെഫിൻ ബ്രോ ആണ്. സ്റ്റെഫിൻ ബ്രോയെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമുക്കിപ്പോൾ നിലവിൽ വരുന്ന വണ്ടികളൊക്കെ യൂണിക്കോൺ ബൈക്കിന്റെ സെക്ഷൻ വരുമ്പോൾ യൂണിക്കോൺ ഉണ്ട്, ഷൈൻ ഉണ്ട്, പിന്നെ ഷൈൻ 100 ഡെയിലി യൂസേജും കമ്മ്യൂണിറ്റി കാര്യങ്ങളും വരുന്ന വണ്ടികളാണ്. അതിനകത്ത് ഇപ്പം നിങ്ങളൊരു കമ്മ്യൂണിറ്റി യൂസേജ്, അതായത് ഡെയിലി യൂസേജ് കാറ്റഗറി നോക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് വേറെ ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കാൻ നിങ്ങൾക്ക് വണ്ടി യൂണിക്കോൺ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് അത്യാവശ്യം 160 സെഗ്മെന്റ് ആണ് മൈലേജും സി സിയും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ 40-55 മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഡെയിലി യൂസേജ് കമ്മ്യൂണിറ്റി, അതായത് ഇപ്പം ഒരു നോർമൽ യൂസേജ്, അതായത് നമ്മളിപ്പോൾ ഇൻ കേസ് അതായത് ജോലിക്കും കാര്യങ്ങളൊക്കെ കൂടുതലും പോകത്തില്ലേ, യൂസ് ചെയ്തില്ലേ, അന്നേരം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയായിരുന്നു മെയിൻലി വരുന്നത്. പിന്നെ അടുത്ത് വരുമ്പോൾ ഷൈൻ 125 വരും. നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഇത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 141 വരുന്നത്, 1,41,000 രൂപ വരും. അതായത് ഇപ്പൊ നമുക്ക് ഓഫറും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ ഉള്ള വേരിയന്റിന്റെ പ്രൈസ് അല്ലേ? ഈ ഡിസ്പ്ലേ, അതായത് പുതിയ BS6 വണ്ടി OBD2B വേർഷൻ വന്ന പിന്നെ നമുക്ക് TFT ഡിസ്പ്ലേ കാര്യങ്ങളും വരും വണ്ടിക്ക്. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ LED ലൈറ്റ് കാര്യങ്ങളാണ് വരുന്നത്. നേരത്തെ കാലത്തിലും ഇച്ചോടും അഡ്വാൻസ്ഡ് ഫീച്ചറും കാര്യങ്ങളും കൂടിയ വണ്ടിയാണ് ഇപ്പോൾ. ഇതിന്റെ താഴെ വേറെ വേരിയൻസ് അവൈലബിൾ ആണോ? ഇല്ല, യൂണിക്കോൺ സെഗ്മെന്റ് വരുമ്പോൾ ഒറ്റ വേരിയന്റ് വരുന്നത്, 160യുടെ ഒറ്റ വേരിയന്റ് മാത്രമായിട്ട് വരുന്നത്. ABS ഫ്രണ്ട് ആണ്. ഫ്രണ്ട് ABS-ഉം ബാക്ക് നോർമലും മോണോഷോക്കും കാര്യങ്ങളും വരുന്നത്. ഇതിലിപ്പോ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ? നേരത്തെ വെച്ചാൽ 1,54,000 രൂപയൊക്കെ വണ്ടിയായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ GSTയുടെ എമൗണ്ട് കുറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ, ഇത്രയും കൂടിയ CC വേരിയന്റിൽ ഇത്രയും ലോ ബഡ്ജറ്റ് ഇറങ്ങാൻ പറ്റിയ വണ്ടി ഇത് മാത്രമേ വരുന്നത്. നമുക്ക് അടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഷൈൻ അല്ലേ? ഇത് ഷൈൻ 125 വരുന്നത്. അതായത് ഇച്ചോടും മൈലേജ് ഡെയിലി യൂസേജ് അത്യാവശ്യം ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഷൈൻ 125 എടുത്താൽ മതി. ഇതും വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്, അതായത് ഷൈൻ 125 എന്ന് വെച്ച് ഫീച്ചേഴ്സിന് വ്യത്യാസമൊന്നുമില്ല. അതായത് ഇച്ചോടും അഡ്വാൻസ്ഡ് ഫ്രണ്ട് ആണെങ്കിൽ ABS ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് LED ഹാലജൻ ലൈറ്റ് വരും. അതുപോലെ തന്നെ TFT ഡിസ്പ്ലേ, ഇച്ചോടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചോടും കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഓൺ റോഡ് വരുന്നത്? ഇത് വരുമ്പോൾ 1,06,000 രൂപ ഇപ്പം വരുന്നുള്ളു. നേരത്തെ GST കടത്തിൽ ഇപ്പൊ അത്യാവശ്യം എമൗണ്ട് വേരിയേഷൻ വന്നേക്കുന്നതുകൊണ്ടാണ് അത്ര എമൗണ്ട് കുറഞ്ഞേക്കുന്നത്. ഇതിനും വേരിയൻസ് ആയിട്ട് വല്ല അവൈലബിൾ ആണോ? ഒറ്റ വേരിയന്റ് ആണോ? ഇത് വരുമ്പോൾ ഷൈൻ 125, ഇത് DLX മോഡലാണ്. DLX മോഡലിന് വരുമ്പോഴത്തേക്കാണ് ഈ അലോയ് വിത്ത് ഡിസ്ക് വരുന്നത്. ഇൻഡസ്ട്രി ട്രം മോഡലുണ്ട്. ട്രം വരുമ്പോൾ നോർമലി ഡിസ്ക് വരത്തില്ല, അലോയ് വിത്ത് ട്രം ആയിരിക്കും. കോമ്പി ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും ഓൺ റോഡ് വരുന്നത്? അത് വരുമ്പോൾ 1,01,000 ആ റേഞ്ച് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ക്രാഷ് കാർഡ് ഒക്കെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചെയ്യാൻ എത്രയാവുമായിരിക്കും? അത് ഓൾമോസ്റ്റ് ഇപ്പം 2,000-3,000 ഉള്ളു. നമ്മൾ അതെന്തായാലും കസ്റ്റമർക്ക് ബെനിഫിറ്റ് ചെയ്ത് ഓഫർ ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫിനാൻസ്, അങ്ങനത്തെ ഫിനാൻസ് കേസ് ആണെങ്കിൽ ഏറ്റവും ലോ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമ്മൾ ഇറങ്ങിക്കൊണ്ടു. ഓൾമോസ്റ്റ് ഒരു 5,000 രൂപയ്ക്കൊക്കെ നമുക്ക് വണ്ടി ഇറങ്ങി പോകും. അപ്പൊ ഈ വണ്ടിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 5,000 രൂപയ്ക്കൊക്കെ വണ്ടി ഇറങ്ങി പോകുന്ന കേസാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഫിനാൻസ്, എല്ലാ ഫിനാൻസും ഉണ്ട്. ഏത് ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് കയറി പാസ്സായി പോകും ലോൺ. ഇതിലിപ്പോ അപ്ഡേറ്റഡ് ആയിട്ട് വന്നതേ ഉള്ളൂ അല്ലെ? നേരത്തെ വരുമ്പോൾ അനലോഗ് ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ വണ്ടി വന്ന പിന്നെയാണ് ഇതുപോലത്തെ ഡിസ്പ്ലേ വന്ന് തുടങ്ങിയത്. ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ വരും, സ്പീഡ് വരും, ഫ്യൂൽ റേഞ്ച് വരും. അതുപോലെ ട്രിപ്പ് ഇവിടെ നമുക്ക് റീസെറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ വരുന്ന റേഞ്ചും കിലോമീറ്റർ എല്ലാം അതിൻ്റെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻലി ഇതിനകത്ത് അവർ ആഡ് ചെയ്യുന്ന ISS ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് നോർമലി നമുക്ക് ഇപ്പൊ ട്രാഫിക്കിലൊക്കെ നമുക്ക് വണ്ടി ഇപ്പൊ സ്റ്റോപ്പ് ആക്കാൻ ജസ്റ്റ് റിവ് ചെയ്താൽ മതി. നേരത്തെ പോലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്യൂൽ ടാങ്ക് ഒക്കെ അത്യാവശ്യം എഫിഷ്യൻസി ആയിട്ടുള്ളത്, അതായത് ഏറ്റവും ഇത് 125 cc ആണെങ്കിലും അത്യാവശ്യം മൈലേജ് 80-85 മൈലേജ് കിട്ടുന്ന ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ വണ്ടിയായത്. അതുമല്ല ആ സമയത്ത് പവറും ഉണ്ട്. ഇത് വരുമ്പോൾ 110 cc വേരിയന്റ് വരുന്നത്, DO വേരിയന്റിനകത്ത് വരുമ്പോൾ. അതായത് നമുക്ക് ഇപ്പം വരുമ്പോൾ അലോയ് വിത്ത് കോമ്പി ബ്രേക്കിംഗ് ആണ് വരുന്നത്. അതുപോലെ LED ലൈറ്റും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചാർജിങ് സോക്കറ്റ് വരും, 15 വാട്ടിന് ചാർജിങ് സോക്കറ്റ്. TFT ഡിസ്പ്ലേ ആണ് വരുന്നത്, 4.5 ഇഞ്ച് TFT ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ. അതായത് വണ്ടിക്ക് എപ്പോൾ സർവീസ് ചെയ്യണം, അതുപോലെ തന്നെ എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം, കാര്യങ്ങളെല്ലാം അപ് ടു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക്
ഇങ്ങോട്ട് നമുക്ക് ഇൻഫോർമേഷൻ തന്നോണ്ടിരിക്കും നമുക്ക് വണ്ടി. അതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക് ഈ ഐഡിൽ സ്റ്റോപ്പ് സിസ്റ്റം ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക്. ഇതിന്റെ ഒരു ബേസ് മോഡലൊക്കെ ഇറക്കണ എത്ര? ഇതിപ്പം ഏറ്റവും സെക്കൻഡ് മോഡലാണ് വരുന്നത്. അതായത് DLX മോഡൽ എന്ന് പറയും. ഇതിന്റെ താഴത്തെ വേരിയന്റ് ഉണ്ട് ഡിയോ സ്റ്റാൻഡേർഡ് എന്ന് പറയും. അത് ഓൾമോസ്റ്റ് 99,000 വരത്തുള്ളൂ. പിന്നെ ഇതിനെക്കാട്ടിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഉണ്ട്, ആ സ്മാർട്ട് വേരിയേഷൻ എന്ന് പറയും. അപ്പൊ സ്മാർട്ട് വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ വണ്ടിയുടെ വെച്ച് എടുത്ത് നോക്കുവാന്ന് വെച്ചു. അപ്പൊ മെയിൻലി ഇതിപ്പം കീ അല്ലേ, കീയും ഫെസിലിറ്റി വരുമ്പോഴത്തേക്ക് മറ്റേ സ്മാർട്ട് വേരിയന്റിലോട്ട് മാറുമ്പോൾ അതിന് റിമോട്ട് ആയിരിക്കും വരുന്നത്. റിമോട്ട് വരുമ്പോഴത്തേക്ക് വേറെ എഫിഷ്യൻസി വെച്ചാൽ നമുക്ക് 10 മീറ്റർ റേഡിയസുള്ള വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 2 മീറ്റർ റേഡിയസുള്ള നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചോടും അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ മോഡൽ ഓൺ റോഡ് എത്ര വരുന്ന പ്രൈസ്? ഈ മോഡൽ വരുമ്പോൾ 1,03,000 ആ റേഞ്ചേ വരത്തുള്ളൂ. അതായത് ഇപ്പൊ അത്രയും റേറ്റ് കുറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ GSTയുടെ ഇളവ് കൊണ്ട് ഏറ്റവും കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ബഡ്ജറ്റ് ഇത്രയും കൂടിയ വേരിയന്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോഴോ ഓൺ റോഡ് എത്ര വരും? ഇതിന്റെ അടുത്ത വേരിയന്റ് അതായത് ഡിയോ സ്മാർട്ട് വേരിയന്റ് വരുമ്പോഴത്തേക്ക് 1,10,000 രൂപ അത്രയും 10,000. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് ആക്ടിവ 110 സ്റ്റാൻഡേർഡ് വേരിയന്റ്. ഇത് വരുമ്പോൾ 97,000 റുപ്പീസ് മാത്രമേ ആവുന്നുള്ളൂ. അതായത് ഇതിനകത്ത് വെൽ എഫിഷ്യൻസ് ആയിട്ടുള്ള നമുക്ക് അൺലോക്ക് മീറ്ററും കാര്യങ്ങളും എല്ലാം വരും. അതുപോലെ ഐഡിൽ സ്റ്റോപ്പ് സിസ്റ്റം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോ ബോക്സും കാര്യങ്ങളും നമുക്ക് വരും. അതുപോലെ ചാർജിംഗ് പോർട്ട് മാത്രമേ ചാർജിംഗ് പോർട്ടും ഈ വേരിയന്റ് ചാർജിംഗ് പോർട്ട് വരുന്നത് ഇതിന്റെ അടുത്ത മോഡല് DLX വേരിയന്റിലാണ് ചാർജിംഗ് പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് നോർമലി ഫ്രണ്ടും ബാക്കും ഡ്രം ഫീസ് ആയിരിക്കും വരുന്നത്. അതുപോലെ കോംബി ബ്രേക്കിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ ലൈറ്റിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഹാലജൻ ലൈറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് വണ്ടിക്കകത്ത്. പിന്നെ വീൽ ആക്സസറി ഉൾപ്പെടെ ഒക്കെ ഏകദേശം എത്ര റേറ്റ് വരും? ഓൾമോസ്റ്റ് 4,000 റുപ്പീസ് ഒക്കെ അത്ര ആവത്തുള്ളൂ. നമ്മൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും നമുക്ക് ഉള്ളതാണ്. ഒരു 2,000 രൂപ എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യം നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലേ? ഇവിടെ എത്ര സ്റ്റോറേജ് സ്പേസ് കാണുമായിരിക്കും? അത് ഓൾമോസ്റ്റ് ഒരു ഹെൽമെറ്റും പിന്നെ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് 125 ഇതാണ് ആക്ടിവ 125 വേരിയന്റ് വരുന്നത്. ഇത് വരുമ്പം ഓൺ ദി റോഡ് വരുമ്പോൾ 1,12,000 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ CC വേരിയന്റ് ഉള്ള യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയെ നോക്കുന്നെങ്കിൽ അന്ന് ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള വണ്ടിയെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് വരുമ്പം നമുക്ക് 4.5 ഇഞ്ച് TFT ഡിസ്പ്ലേയും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ജോയ്സ്റ്റിക്കും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ 14.5 ഇഞ്ച് ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും നമുക്ക് വരുന്ന. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻസർ, അതായത് സൺലൈറ്റ് വേരിയേഷൻ അനുസരിച്ച് നമുക്ക് മോഡും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഡാർക്ക് മോഡ് ഉണ്ട്, ലൈറ്റ് മോഡ് ഉണ്ട്. സൺലൈറ്റ് റിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് അലോയ് വിത്ത് ഡിസ്ക് വേരിയന്റ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് വരുന്നത്. പിന്നെ ക്രോം മെറ്റൽ ഫിനിഷ് ആയിരിക്കും ഫ്രണ്ട് ഇവിടും. പിന്നെ ഹെഡിന്റെ ഭാഗത്താണെങ്കിൽ ക്രോം മെറ്റൽ ഫിനിഷ് ആയിരിക്കും വരുന്നത്. അതുപോലെ LED ലൈറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. DRLും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വരുന്നത്. ഈ മോഡലാണോ 1,12,000? ഈ 125 സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുമ്പോഴത്തേക്ക്. ഇനി ഇതിന്റെ ഫുൾ ഓപ്ഷൻ H സ്മാർട്ട് അല്ലേ വരുന്നത്? അതിന്റെ അടുത്ത വേരിയന്റ് ആണ് H സ്മാർട്ട് വരുന്നത്. H സ്മാർട്ട് വേരിയന്റ് അത് വരുമ്പോൾ 1,18,000 റുപ്പീസ് വരും. അത് വരുമ്പോൾ ഈ കീ മാറിയിട്ട് ഇവിടെ കീലെസ് ആവും. അതായത് റിമോട്ട് ഫെസിലിറ്റി ആയിരിക്കും വരുന്നത് നമുക്ക്. അപ്പം ആ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നാവിഗേഷൻ, മ്യൂസിക്, മെസ്സേജസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നോർമലി ഇവിടുന്ന് ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും വരും. പിന്നെ നമുക്കിവിടെ ഗ്ലോ ബോക്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും അവിടെ വെക്കാം. പിന്നെ ഇവിടെ ഇതിന്റെ അടിയിലും ഇതിന്റെ 2 സൈഡിലും നമുക്ക് സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ISS ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതിൻ്റെ അകത്തും വരുന്ന, അതായത് ഐഡിൽ സ്റ്റോപ്പ് സിസ്റ്റം ഫെസിലിറ്റി വരുന്ന. പിന്നെ നോർമൽ നമുക്ക് ഡിസ്ക് സ്പേസും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് ഇത്രയും വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളും വണ്ടിക്ക് വരുന്ന അറൗണ്ട് ഒരു 4.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും വരുന്ന വണ്ടിക്ക്. ഈ മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് അവൈലബിൾ ആണോ? സ്റ്റാൻഡേർഡ് മോഡലില്ല, സ്മാർട്ട് വേരിയന്റ് ആണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് വരുന്നത്. അതെ, നാവിഗേഷൻ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ മെസ്സേജസ്, മ്യൂസിക് അതെല്ലാം നമുക്ക് വണ്ടിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ തന്നെ അറിയാം. അപ്പൊ അതിനുവേണ്ടി ഹോണ്ട സിൻസ് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം ഇതിലാണെങ്കിൽ നമുക്ക് RPM മീറ്റർ ഇത് നമുക്ക് ഇപ്പൊ നോർമലി ഇപ്പൊ സിസ്റ്റം മാറ്റി ഇട്ടേക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇപ്പൊ നോർമലി ഡിസ്പ്ലേ ആക്കി ഇടാം. ഇപ്പം
എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് പോകുമ്പോൾ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡിസ്പ്ലേ മെനു 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ബാർ ഉണ്ട്. സിമ്പിൾ ഇടുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമലി ജസ്റ്റ് സ്പീഡും എക്കണോമി മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ നമുക്ക് ഇച്ചോട് അഡ്വാൻസ്ഡ് വേണം, ഇച്ചോട് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് വണ്ടിയെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്ന് മെൻഷൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരെ ബാർ മോഡിലോട്ട് ഇട്ടാൽ മതി. ബാർ മോഡിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് RPM കാര്യങ്ങൾ, എക്കണോമി, സ്പീഡ് ഇതെല്ലാം നമുക്ക് അതിൻ്റെ ഇച്ചോടും എഫിഷ്യൻസി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ സെറ്റിംഗ്സിനകത്ത് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് സർവീസ് മെനു തന്നെയുണ്ട്. ഇപ്പം ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് നമുക്ക് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയുണ്ട്. അപ്പൊ ആ മെനുവിനകത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ്റെനൻസ്, അതായത് പീരിയോഡിക് മെയിൻ്റെനൻസ് ഉണ്ട്, ഓയിൽ ചേഞ്ച് ഉണ്ട്, അതായത് ഇതൊക്കെ എത്ര കിലോമീറ്ററിലാണ്, പിന്നെ ഏത് മാസമാണ്, ഏത് ഇയറിലാണ് മാറേണ്ടതെന്നല്ല നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വാർണിംഗ് തന്നുകൊണ്ടിരിക്കും വണ്ടി തന്നെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാർണിംഗ് ഇൻഫോർമേഷൻ, ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ എന്തെങ്കിലും ഇത് വാർണിംഗ് ഇൻഫോർമേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആക്ടിവ 110cc ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഇപ്പം 110cc വേരിയന്റിനകത്ത് വരുമ്പോഴത്തേക്ക് 3 വേരിയന്റ് വരുന്നത്. ഒന്ന് ആക്ടിവ 110, പിന്നെ 110 സ്റ്റാൻഡേർഡ് ഉണ്ട്, DLX ഉണ്ട്, പിന്നെ സ്മാർട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുമ്പോഴത്തേക്കാണ് 97,000 രൂപ വരുന്നത്. ഓൺ ദി റോഡ് എമൗണ്ട് ആണ് 97,000. അത് ഈ മെയിൻലി നമുക്ക് ഈ GSTയുടെ എമൗണ്ട് കുറഞ്ഞേക്കുന്നതുകൊണ്ടാണ് അത്ര എമൗണ്ട് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ DLX വേരിയന്റിലേക്ക് മാറുമ്പോഴത്തേക്കാണ് അതിൻ്റെ അകത്ത് TFT ഡിസ്പ്ലേ, ചാർജിങ് സോക്കറ്റ്, പിന്നെ ഗ്ലോ ബോക്സ്, അതുപോലെ ജോയ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ഓൺ ആകുന്നത്. അത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 1,80,000 രൂപീസേ വരത്തുള്ളൂ. പിന്നെ അതായിട്ട് വരുന്ന അടുത്ത ഫ്യൂച്ചറാണ് മറ്റേ 110 സ്റ്റാൻഡേർഡ് സ്മാർട്ട് വേരിയന്റ്. അത് വരുമ്പോൾ കീലെസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് കീലെസ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറൗണ്ട് ഒരു 2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ നമുക്ക് വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ നമുക്ക് വണ്ടി റെക്കഗ്നൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റും അതിൻ്റെ അകത്തൂടെ. അത് വരുമ്പോഴത്തേക്ക് 1,11,000 രൂപീസ് ആവും ഓൺ ദി റോഡ് വരുന്നത്. പിന്നെ ഇൻ കേസ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻസും ആണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം ഇവിടെ ബിസിനസ് ആണെങ്കിലും അല്ലെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും നമുക്ക് ഏത് ഇതാണെങ്കിലും നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആക്ടിവ 125ന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിലും 125 വരുമ്പോഴത്തേക്ക് ഇതുപോലെ 2 വേരിയന്റ് വരുന്നത്. ഒന്ന് ആക്ടിവ 125 DLX മോഡൽ, അതായത് ബേസ് മോഡൽ, പിന്നെ അതുപോലെ തന്നെ ആക്ടിവ 125 സ്റ്റാൻഡേർഡ് മോഡൽ. അപ്പം ഡിസ്ക് മോഡൽ വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 1,12,000 രൂപീസ് വരും. പിന്നെ സ്മാർട്ട് വേരിയന്റ്, അതായത് കീലെസ് ടൈപ്പ് വരുവാണെങ്കിൽ 1,18,000 രൂപീസ് വരും. അതുപോലെ തന്നെ നിങ്ങളിപ്പം ആക്റ്റീവ് അല്ല ഡിഒയെ നോക്കുന്നുണ്ടെങ്കിൽ ഡിഒയ്ക്കകത്ത് ഈ സെയിം വേരിയന്റ് തന്നെ വരുന്നുണ്ട്. അതായത് 125 സ്മാർട്ട് വേരിയന്റ്, സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് വേരിയന്റ് വരുമ്പോഴത്തേക്കാണ് 1,16,000 രൂപീസ് വരുന്നത്. ഡിഒ 125 ആണ്. 125 ഡിഒ 125 സ്മാർട്ട് വേരിയന്റ് വരുമ്പോൾ 1,16,000 രൂപീസ്. ഇപ്പൊ ഡിഒ അത് വേണ്ട, സ്മാർട്ട് വേരിയന്റ് നോക്കണ്ട, ജസ്റ്റ് സ്റ്റാൻഡേർഡ് വേരിയന്റ് മതി. അപ്പൊ 1,14,000 രൂപ, 1,11,000 രൂപീസ് ആകുന്നുണ്ടോ എന്നിട്ട്. അതിനും ഡീലക്സ് ഉണ്ടോ? അതിന് വരുമ്പോഴത്തേക്ക് മെയിൻലി ഈ 2 വേരിയന്റ്, സ്റ്റാൻഡേർഡ് ഡിഒ 125 സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ സ്മാർട്ട് വേരിയന്റ്, ഇത് 2 വേരിയന്റ്. പിന്നെ ഇതിന്റെ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ നമ്മൾ ഇപ്പൊ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്തായാലും നല്ല ബെനിഫിറ്റ്സ് നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തിരിക്കും. ആക്സസറീസ് ഉൾപ്പെടാത്ത പൈസ ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്യാത്ത. ഇപ്പൊ നമുക്ക് ആ കസ്റ്റമർക്ക് ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. ക്രാഷ് ഗാർഡൊക്കെ എത്ര? ഇപ്പൊ ക്രാഷ് ഗാർഡ് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പം വരുവാണെങ്കിൽ ഇപ്പൊ ആക്റ്റീവ സെക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ഇപ്പം ഗാർഡ് നമ്മൾ പിടിപ്പിക്കുമ്പോൾ ഫുൾ ഗാർഡ് ആയിരിക്കും, ഫ്രണ്ട് ബാക്ക് ഫുൾ ഫിറ്റിംഗ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് 2,000 രൂപീസ് വരും. അത് നമുക്ക് കസ്റ്റമർക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. പിന്നെ ഇനി നമുക്കിവിടെ ഡിസ്പ്ലേ ഇല്ലാത്ത ബൈക്സിനെ കുറിച്ച് എന്തെങ്കിലും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും? ഡിസ്പ്ലേ SP125 SP125 വരുമ്പോഴത്തേക്ക് അറൗണ്ട് 1,12,000 രൂപീസേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ SP125 എന്ന് വെച്ചാൽ TFT ഡിസ്പ്ലേ, ചാർജിങ് സോക്കറ്റ് ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് വരുന്നത്. 1,25,000 ഏത് മോഡലിനായിരുന്നു? ജസ്റ്റ് സ്റ്റാൻഡേർഡ് വേരിയന്റ്. സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് പ്രീമിയം സെക്ഷനിലേക്ക് അടക്കാം. അതായത് ഹോണ്ട ബിഗ് വിങ് ആണ് പ്രീമിയം സെക്ഷൻ നമുക്ക് വരുന്നത്. ഫസ്റ്റ് മോഡലിലേക്ക് തന്നെ വണ്ടിയുടെ നോക്കാം. ഇത് നമുക്ക് ഹോണ്ടയുടെ CB350 ഹൈനസ് എന്ന് പറഞ്ഞ മോഡൽ. ഇത് നമ്മൾ CB350 ഇത് തന്നെ ഒരു ലൈറ്റർ വേരിയന്റ് എന്ന് വേണേൽ പറയാം. അതായത് ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ യൂത്തിന് കുറച്ചുകൂടെ ലൈറ്റ് കൊണ്ടു നടക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. പിന്നെ മെയിനായിട്ട് മൈലേജ് ഒരു 38-40 മൈലേജ്, 348cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ പക്ക സ്മൂത്ത് ഇത് ബ്രേക്കിംഗ് പരിപാടിയാണ്. നമുക്ക് യാതൊരു റൈഡിങ് കംഫോർട്ട് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ റോഡ് എത്രയ്ക്ക് ഇറക്കാം? ഓൺ റോഡ് നമുക്കിപ്പം 225 വണ്ടി ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആക്സസറി ഓഫർ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓർ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഫറായിട്ട്. ഈ മന്ത് ഓഫറാണ് ആക്സസറി. നമുക്ക് അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആക്സസറീസ്
ഫ്രീ ആയിട്ടാണോ വരുന്നത് അതോ എക്സ്ട്രാ അതിന് എത്ര? അല്ല നമ്മുടെ ഡീലർഷിപ്പിന്റെ ഓഫറാണ് ആക്സസറി നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസും ലോ ഡൗൺ പേയ്മെന്റിൽ HDFC, കോട്ടക്, ശ്രീറാം പോലുള്ള ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ബിസിനസ് ലൊക്കേഷനിലോ അല്ലെ ഹോം ലൊക്കേഷനിലോ നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും ഫിനാൻസ്. മെയിനായിട്ട് നമ്മൾ 700 അബോവ് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ, ഈസി അപ്രൂവലും കാര്യങ്ങളുമാണ്. ഒരു വിത്തിൻ ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സിൽ വണ്ടി നമുക്ക് ഇറക്കാം ബില്ലിങ് കഴിഞ്ഞാൽ. ഇനി അടുത്ത മോഡലായി പറയാവുന്നത് ഇതാണല്ലേ. ഇത് നമ്മുടെ CB350 RS എന്ന് പറഞ്ഞ മോഡലാണ്. RS മെയിനായിട്ട് ഒരു സ്പോർട്ടി എഡിഷൻ എന്ന് വേണേൽ പറയാം. നമ്മുടെ യൂത്ത് കുറച്ചുകൂടെ ഓടിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പം കുറച്ചുകൂടെ ടോർക്ക് കുറച്ചുകൂടെ ട്യൂൺഡ് ആയിരിക്കും, കുറച്ചുകൂടെ ട്യൂൺഡ് എഞ്ചിനായിരിക്കും മറ്റേത് ഹൈനസും CB350 വെച്ച് നോക്കുമ്പോൾ. ഇത് നമുക്കിപ്പോൾ ഓൺ റോഡ്, അതായത് ഡീലക്സ് വേരിയൻ്റ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ഡീലക്സ് വേരിയൻ്റ് നമുക്കിപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ 243 താഴെയാണ് വരുന്നത്. നമ്മൾ ഇൻഷുറൻസ്, വാറണ്ടി ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് അടക്കം ഇതാണ് ഇറങ്ങുന്നത്. നമുക്ക് പ്രോ വേരിയൻ്റ് ആകുമ്പോഴോ? പ്രോ വേരിയൻ്റ് ആകുമ്പോൾ 257 വരും. അതിനും ബ്ലൂടൂത്ത് ഫംഗ്ഷന്, പിന്നെ ചില സെലക്ടഡ് കളേഴ്സ് അതിന് മാത്രമേ കാണത്തുള്ളൂ, കസ്റ്റമർ ചോദിക്കുന്ന രീതിയിലുള്ള. പിന്നെ ഈ ടയറൊക്കെ നല്ല ടയർ സൈസ് കുറച്ചുകൂടെ ബിഗർ ആയിരിക്കും മറ്റേത് വെച്ച് നോക്കുമ്പോൾ. കുറച്ചുകൂടെ സ്പോർട്ടി ടയർ സൈസ് ബിഗർ ആയിരിക്കും. ബ്രോ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്താ? ഇത് ഹോണ്ട CB350C എന്ന് പറഞ്ഞ ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കംഫോർട്ട് റൈഡ് മെയിനായിട്ട് ഇത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് റൈഡേഴ്സിന് മെയിനായിട്ട് ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ടാങ്കയിൽ അവരുടെ ലെഗ് വന്ന് നമ്മുടെ ഇത് പെയിന്റ് പോകുന്നു. ഇതിന് എക്സ്ട്രാ പാഡിങ് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇത്. പിന്നെ വണ്ടി നല്ല സ്മൂത്ത് ആണ്, നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ്. നമുക്ക് ഓൺ റോഡ് ഇപ്പോൾ ഇത് വണ്ടി 2:31 ഓൺ റോഡ് ഇറങ്ങും. നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ആയിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആക്സസറീസ് ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീമിയം സെഗ്മെന്റിൽ വാങ്ങാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഈ വണ്ടി അല്ലേ? അതെ. ഇത് പുതിയൊരു കളർ വേരിയന്റ് ആണ്. പലർക്കും ഇപ്പൊ ചിലവർ വണ്ടി എടുത്തിട്ട് PPF പരിപാടിയൊക്കെ ചെയ്ത് ഗ്ലോസി എടുത്തിട്ട് PPF ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ PPF നമുക്ക് ചെയ്തില്ലേലും നമുക്കൊരു വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ഫ്രഷ് ഫീൽ എപ്പോഴും തോന്നും ഈ ഒരു കളർ. ബ്രോ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് എക്സോസ്റ്റ് CB350 കാറ്റഗറിയിൽ ഏറ്റവും സൗണ്ട് ഉള്ള ഇതിന് ഇത് വരുമ്പോൾ 348cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം പക്കയാണ്. എക്സ്ട്രാ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് നമ്മുടെ വണ്ടിക്ക് ട്രാഷ് വരുന്നുണ്ട്. നമുക്ക് ഈ മഴയുള്ള റെയിനി ടൈമിലൊക്കെ ചെറിലേക്കൂടോ അല്ലെ അതുപോലുള്ള ഏരിയകളൊക്കെ വണ്ടി തന്നെ ആയിരിക്കും ട്രാഷ് മോഡ് ഇട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൺട്രോൾഡ് ആയിട്ട് ത്രോട്ടിൽ പോകത്തുള്ളൂ. അപ്പം കസ്റ്റമറിന് ഒരു സേഫ്റ്റി പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എല്ലാം അതിപ്പോഴത്തെ വണ്ടികളെല്ലാം വരുന്ന സെൻസറാണ്. ഇത് നമുക്ക് വരുന്ന ഡീലക്സ് വേരിയന്റ് ആണ്. നമുക്ക് ഇതിന്റെ പ്രോ വേരിയന്റ് അവൈലബിൾ, എല്ലാ വണ്ടിയുടെ നമുക്ക് പ്രോ വേരിയന്റ് അവൈലബിൾ ആണ്. പ്രോ വേരിയന്റ് വരുമ്പോൾ നമുക്ക് ബോഡി കളർ തന്നെ മൾഗാർഡ് വരും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്രോ വേരിയന്റ് എങ്ങനെയായിരിക്കും ഓൺ റോഡ് വരുന്ന പ്രൈസ്? പ്രോ വേരിയന്റ് വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50K ഡിഫറൻസ് വരുന്നുണ്ട്, 15K ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പറയുന്ന എഞ്ചിൻ റിഫൈൻമെന്റ് പക്ക, ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ലോങ് റൈഡിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല മറ്റുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ പാസ് ചെയ്യും. അതെ പാസ് നമ്മൾ ഹൈ ബീം ലോയെ ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹസാർഡ് വരുന്നുണ്ട്. ഹസാർഡ് ഇട്ട് കാണിക്കും. 4 സൈഡും അപ്പോൾ ഒരുപോലെ ബ്ലിങ്ക് ചെയ്യും. വരുമ്പോഴത്തേക്കാണ് തന്നെ നമുക്ക് ഇവിടെ തന്നെ വെൽ മെയിൻ്റെനൻസ് ആയിട്ടുള്ള സർവീസ് ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മെക്കാനിസം ആണെങ്കിൽ വെൽ എക്വിപ്ഡ് മെക്കാനിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഫുള്ള് 12 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് RS റോഡ് സേഫ്റ്റി അഷ്വറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ എവിടെ ആണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്തു വിടുന്നതാണ്. ഇപ്പൊ ടൂറിംഗ് പർപ്പസിന് വേണ്ടി നോക്കാനുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് അത് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോ NX200 വരും, അതുപോലെ തന്നെ SP160 വരും. അതും അത്യാവശ്യം നല്ല ടൂർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതും ഒത്തിരി ബഡ്ജറ്റ് ഒന്നും ആവുന്നില്ല. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആവുന്നുള്ളൂ. അതായത് ഇപ്പൊ NX200 കേസ് വരികയാണെങ്കിൽ 1,90,000 റുപ്പീസേ വരുന്നുള്ളൂ ഓൺ ദി റോഡ്. അതുപോലെ തന്നെ SP160 ആണെങ്കിൽ 1,40,000 റുപ്പീസേ ആവുന്നുള്ളൂ.
അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നമുക്ക് ഈ ഒരു ഷോറൂം നമുക്ക് തരുന്നുണ്ട് മറ്റു ഷോറൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് നമുക്ക് അടുത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ട് സർവീസ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് നമുക്ക് ഈ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഓഫർ തന്നിരിക്കുന്നത്. നമുക്ക് ബ്രാഞ്ച് മാനേജർ തന്നെ അനന്തു സാറാണ് നമുക്ക് ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫർ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടുവരുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഓഫേഴ്സ്, അതായത് ക്യാഷ് ഡിസ്കൗണ്ട്സ് തരുന്നതായിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ചങ്ങനാശ്ശേരിയിലുള്ള പുരയ്ക്കൽ ഹോണ്ടയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ചോദിക്കുക. അതുപോലെ ബുക്കിങ്സും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ഓഫേഴ്സ് നമുക്ക് സാർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ബ്രാഞ്ച് മാനേജറായിട്ടുള്ള അനന്തു സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ കൂടുതൽ സർവീസും കാര്യങ്ങളും നമുക്ക് അടുത്ത് തന്നെ ലഭിക്കും. അതിലും ഓഫേഴ്സ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വാഷിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം നമുക്ക് ബ്രോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു ബ്രോ. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചാൽ ബ്രോയുടെ പേരും പറഞ്ഞ് ഇപ്പൊ എന്തായാലും ആര് ഇംഗ്ലീഷ് ആര് വരുവാണെങ്കിൽ തന്നെ അവർക്ക് എന്തായാലും നമ്മൾ നല്ല ബെസ്റ്റ് ഓഫർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ.